ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു പാർട്ടി വെയർ സാരി ഡ്രേപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ്സ് ഫ്രീ സാരി ഡ്രേപ്പിംഗ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നെവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുക. നെവി ഡ്രേപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽസ് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ നെവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴത്തെ പ്ലീറ്റ്സാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ പല്ലു പോർഷൻ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1 മീറ്റർ ഫാബ്രിക് നമ്മളിങ്ങനെ ഫ്രീ ആക്കി വെച്ചിട്ട് ബാക്കി ഫുൾ ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് പ്ലീറ്റ് ചെയ്തിടുക. ഈ സാരി നല്ല ഒലഞ്ഞു കിടക്കുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് സാരി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റും നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന പല്ലു പോർഷൻ ആ ഒരു ഫാബ്രിക് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ കൈയുടെ, അതായത് ഇടത്തെ കൈയുടെ പുറകിൽ കൂടെ പല്ലുയുടെ 2 അറ്റവും ഇങ്ങനെ പിൻ ചെയ്ത് നമ്മുടെ ഷോൾഡറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസിലേക്ക് പിൻ ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷേ ഇതിനൊരു ഡെഫിനേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്ന് ചെയ്തതിന് ശേഷം, പല്ലു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു വേസ്റ്റ് ബാൻഡും കൂടെ ആഡ് ചെയ്തു, ഒരു ഹിപ്പ് ചെയിൻ കൂടെ ആഡ് ചെയ്തു. വേസ്റ്റ് ബാൻഡല്ല, ഹിപ്പ് ചെയിൻ കൂടെ ആഡ് ചെയ്തു. അപ്പം നല്ല ഭംഗിയായിട്ട് സാരി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഈ സാരിയുടെ പ്രിൻ്റ് എന്തൊക്കെയോ ഒരു പ്രിൻറ്റിങ് ആണ്, പക്ഷേ ഓൾ ടുഗെദർ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മുടെ ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ സാരി മൊത്തത്തിൽ പിങ്ക് കളറാണെങ്കിലും ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ മെജോറിറ്റിയും വൈറ്റ് കളറാണ് പുറത്തേക്ക് കാണുന്നത്, വിച്ച് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ ഡ്രേപ്പിംഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.